ഫഹദ് ഫാസിൽ ഈ അടുത്തിടെ പറയുണ്ടായി എനിക്ക് ADHD ഉണ്ട് എന്നുള്ളത്. ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നോസ് ആണ്. അപ്പോൾ എന്താണ് ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ADHD എന്നുള്ള വാക്കിൽ തന്നെ അതിനുള്ള പ്രശ്നങ്ങൾ, ആ വാക്കിൽ തന്നെ നമുക്ക് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അടങ്ങിയിരിക്കാനും ശാന്തരായിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. 3 ഇമ്പൾസിവിറ്റി ഉണ്ടാകും, അത് ഇമ്പൾസീവ് ആയിരിക്കും. ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. അപ്പോൾ ADHD ഉള്ളവരെല്ലാം ചികിത്സ എടുക്കേണ്ടവരാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചികിത്സ എടുക്കേണ്ടതായിട്ട് ഉണ്ടാവണമെന്നില്ല. ADHD ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ADHD ഉള്ളതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതം ബാധിക്കപ്പെടുകയാണെങ്കിൽ, ADHD ഉള്ള കാരണം എനിക്ക് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലി നന്നായിട്ട് ശ്രദ്ധിക്കാനോ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാനോ കഴിയാതെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ ലൈക്ക് ഡ്രസ്സിങ്ങോ ഈറ്റിങ്ങോ അല്ലെങ്കിൽ ലീഷർ ആക്ടിവിറ്റീസോ എൻ്റെ ഫാമിലി റോൾ പെർഫോമൻസോ ശരിയായിട്ട് പെർഫോം ചെയ്യാതെ വരികയാണെങ്കിൽ മാത്രമേ അവർ ചികിത്സ എടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ADHDക്ക് എന്ത് ചികിത്സയാണെന്ന് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ സൈക്യാട്രിക് കൺസൾട്ടേഷനും ചില മെഡിക്കേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പി, ഈ 2 ലെവലിലുള്ള തെറാപ്പികൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റാണ് ADHDക്ക് നമ്മൾ കൊടുക്കാറുള്ളത്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിനോടൊപ്പം നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്.